കുട്ടികൾ ഉറങ്ങുമ്പോൾ മൗത്ത് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാറുണ്ടോ? കുട്ടികൾ വായ തുറന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധിക പാരന്റ്സും ഈ മൗത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു അപകടമുണ്ട്. കാരണം കുട്ടികൾക്ക് മൂക്കടഞ്ഞിട്ട് മൂക്കിലൂടെ ശ്വാസം കിട്ടാത്തത് കൊണ്ടാണ് അവർ വായ തുറന്ന് ശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ വായും കൂടി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾ വായ തുറന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് അതിനോടൊപ്പം തന്നെ കൂർക്കം വലിയും കൂടി ഉണ്ടെങ്കിൽ. കാരണം അലർജിയുടെ ഭാഗമായിട്ട് അധിക കുട്ടികൾക്കും അഡിനോയിഡ് അതുപോലെ ടോൺസിൽസ് ഒക്കെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വലുതാവാറുണ്ട്. ഇങ്ങനെ വലുതാവുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മൂക്കടഞ്ഞിട്ട് കൂടുതലായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വായ തുറന്നുറങ്ങുകയുമാണ് ചെയ്യുന്നത്. കുറെ കാലം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ പല്ലിന്റെ അലൈൻമെന്റ് ഒക്കെ മാറാനും അവരുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറാനും സാധ്യത കൂടുതലാണ്. അത് അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിച്ചേക്കാം. കുട്ടികൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മൂക്കിൽ ദശയുണ്ടോ അഡിനോയിഡിന്റെ അല്ലെങ്കിൽ ടോൺസിൽസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. സ്ഥിരമായിട്ട് കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ തൊണ്ടവേദന, ഇടയ്ക്കിടയ്ക്ക് പനി വരിക, മൂക്കൊലിപ്പ് അനുഭവപ്പെടുക, ഇയർ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരിക, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത് വരുന്നു എന്നുള്ളത് റൂട്ട് കോസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അലർജി കാരണമാണ് അധികം ആളുകൾക്കും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അലർജിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അഡിനോയിഡോ അല്ലെങ്കിൽ ടോൺസിൽസോ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നിട്ട് വലുതാവുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് വഴി തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കും.